اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു 39ാമത്തെ ഹിക്മത്താണ് നമ്മോട് പറയുന്നത്. ലാ തർഫഅന്ന ഇലാ ഗൈരിഹി ഹാജതൻ ഹുവ മൂരിദുഹാ അലൈക് ഫകൈഫ യർഫഉ ഗൈറുഹു മാ കാന ഹുവ ലഹു വാളിഅ മൻ ലാ യസ്തതിഉ അൻ യർഫഅ ഹാജതൻ അൻ നഫ്സിഹി ഫകൈഫ യസ്തതിഉ അൻ യകൂന ലഹാ അൻ ഗൈരിഹി റാഫിഅ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇതിൽ പറയുന്നത്. ലാ തർഫഅന്ന ഇലാ ഗൈരിഹി, അള്ളാഹു അല്ലാത്തതിലേക്ക് നീ ബോധിപ്പിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരോട് നീ ബോധിപ്പിക്കാൻ പാടില്ല. ഹാജത്തൻ, നിന്റെ ആവശ്യം, അള്ളാഹു അല്ലാത്തവരോട് നിന്റെ ആവശ്യം നീ ബോധിപ്പിക്കാൻ പാടില്ല. കാരണം ഹുവ, അള്ളാഹുവാണ് മൂരിദുഹ അലൈക, ആ ആവശ്യം നിന്റെ മേൽ അവതരിപ്പിച്ചത് ആരാണ്? അള്ളാഹുവാണ്. രോഗമായിക്കോട്ടെ, ദാരിദ്ര്യം ആയിക്കോട്ടെ, പരാജയം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, ഏതൊരു വിഷയവും നമ്മിൽ വെക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ആ വിഷയം നീങ്ങാൻ വേണ്ടി ആരിലേക്കാ ബോധിപ്പിക്കേണ്ടത്? അള്ളാഹുവിലേക്കാണ്. നമുക്ക് രോഗം തരുന്നത് അള്ളാഹുവാണ്, പരാജയങ്ങളും പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ബലാഹുകളൊക്കെ തരുന്നത് അള്ളാഹുവാണ്. അപ്പൊ ആരാണോ നിനക്ക് ഈ മുസീബത്തുകളൊക്കെ തരുന്നത് അവനിലേക്ക് തന്നെയാണ് നിന്റെ ആവശ്യം നീ ബോധിപ്പിക്കേണ്ടത്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയാണ്, ലാ തർഫഅന്ന ഇലാ ഗൈരിഹി, അള്ളാഹു അല്ലാത്തവരോട് നീ ബോധിപ്പിക്കാൻ പാടില്ല ഹാജത്തൻ, നിന്റെ ആവശ്യം. ഹുവ, അള്ളാഹുവാണ് മൂരിദുഹ അലൈക, നിന്റെ മേൽ അവതരിപ്പിച്ചത് അത് ആരാണ്? അള്ളാഹുവാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഫകൈഫ, എങ്ങനെയാണ്, യർഫഉ ഗൈറുഹു, മറ്റൊരാൾക്ക് ഉയർത്തിക്കളയാൻ എങ്ങനെ കഴിയ, മാ കാന ഹുവ ലഹു വാളിഅ, അല്ലാഹു തആലയാണ് അത് വെച്ചത്. അല്ലാഹു തആല വെച്ചൊരു സാധനം വേറൊരാൾക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയോ? അല്ലാഹു തആല ഒരാൾക്ക് ഒരു ആഫത്ത് വെച്ചത് വേറെ ആൾക്ക് അത് ഉയർത്തിക്കളയാൻ കഴിയോ? ഇല്ല. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. ഫകൈഫ, അപ്പോൾ എങ്ങനെയാണ്, യർഫഉ ഗൈറുഹു, മറ്റൊരാൾക്ക് ഉയർത്തിക്കളയാൻ കഴിയ, മാ കാന ഹുവ ലഹു വാളിഅ, വെച്ചത് ആരാണ്? ആ വ്യക്തിയിൽ വെച്ചത് അള്ളാഹുവാണ്. അള്ളാഹു തആല വ്യക്തിയിൽ വെച്ചു, അത് വേറൊരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ഉയർത്തിക്കളയാൻ കഴിയില്ല. എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറയാണ്, മല്ലാ യസ്തതിഉ, ആർക്കാണ് കഴിയുക, അൻ യർഫഅ ഹാജത്തൻ അൻ നഫ്സിഹി, സ്വന്തം നഫ്സിന് വേണ്ടിയുള്ള ആവശ്യം തന്നെ നിറവേറ്റാൻ എന്ത് ചെയ്യൂല, സ്വന്തം നഫ്സിന് വേണ്ടിയുള്ള ആവശ്യം തന്നെ നിറവേറ്റാൻ കഴിയാത്ത ഒരാൾക്ക്, ഫകൈഫ യസ്തതിഉ, അവൻക്ക് എങ്ങനെയാണ് കഴിയുക, അൻ യകൂന ലഹാ അൻ ഗൈരിഹി റാഫിഅ, വേറൊരാളുടെ ആവശ്യം ഉയർത്തിക്കളയാൻ കഴിയോ? സ്വന്തം ആവശ്യം തന്നെ ഉയർത്താൻ ഒരാൾക്ക് എന്ത് ചെയ്യൂല, കഴിയില്ല. സ്വന്തം ആവശ്യം തന്നെ നിറവേറ്റാൻ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് പിന്നെ എങ്ങനെ മറ്റൊരാളുടെ ആവശ്യം നിറവേറ്റാൻ കഴിയാൻ? വല്ലാത്തൊരു ചോദ്യമാണ് അല്ലാഹു തആല ചോദിക്കണത്. ഇത് തവക്കുലിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു പ്രയോഗമാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ എന്ത് ചെയ്യണത്, പറയണത്. അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മല്ലം യസ്അലില്ലാഹ യഗ്ളബു അലൈഹി, അള്ളാഹു തആലാനോട് ചോദിക്കാത്തവരോട് അള്ളാഹു തആലാക്ക് വലിയ ദേഷ്യമാണ്. കാരണം എല്ലാം തരാമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഒന്നും അള്ളാഹിനോട് ചോദിക്കണില്ല. എല്ലാം നൽകാം, ഏത് കാര്യങ്ങളും ചോദിച്ചോ തരാം. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാം എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ട് അള്ളാഹിനോട് ചോദിക്കാത്തവരോട് അള്ളാഹു തആലക്ക് എന്ത് ചെയ്യാണ്, വലിയ ദേഷ്യമാണ്. ഇനി അത് ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഞാനൊരു ഉദാഹരണം പറയാം. ചെറിയ കാര്യങ്ങളാണെങ്കിലും ശരി, വലിയ കാര്യങ്ങളാണെങ്കിലും ശരി, അതൊക്കെ ആരോടാ ചോദിക്കേണ്ടത്?
അള്ളഹാനോട്. അത് ചെറിയൊരു സിമ്പിൾ ഒരു മുട്ടുസൂചി ആയിക്കോട്ടെ, എന്നാലും അത് ആരോട് ചോദിക്കണം? അള്ളഹാനോടാ ചോദിക്കേണ്ടത്. അതിനൊരു ഉദാഹരണം ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ കിതാബിൽ ആ വിഷയം പറയുന്നു. ഞാൻ മുത്താരിദ് പൈൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി അരിനി അൻളുർ ഇലൈക. അള്ളാഹുവേ, എനിക്ക് നിന്നെ കാണണം, എനിക്ക് കാണാൻ വല്ലാത്ത പൂതിയുണ്ട്. അത് വലിയൊരു ചോദ്യമാണ്. അള്ളാഹുവിനെ കാണുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് ചോദിച്ച മൂസാ നബി വേറൊരവസരത്തില് ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം ഷുഐബ് നബിന്റെ മക്കൾക്ക് വെള്ളമൊക്കെ എടുത്തു കൊടുത്തിട്ട് ആകെ കുഴങ്ങിയിട്ടേ വല്ലാതെ വിശന്നു. ആർക്ക്? മൂസാ നബി അലൈഹി സ്വലാമിന്. അപ്പൊ മൂസാ നബി ആ സമയത്ത് അള്ളഹാനോട് കയറുന്നു, അള്ളാഹുവേ, ഒരു ചെറിയ റൊട്ടിയുടെ കഷ്ണം നീ എനിക്ക് കൊണ്ടുവരണ്ടേ, ഒരു റൊട്ടിയുടെ കഷ്ണം നീ എനിക്ക് കൊണ്ടാക്കും. സത്യത്തില് റൊട്ടി കഷ്ണവും അള്ളിയും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അള്ളാനെ ചോദിച്ചതും മൂസാ നബി തന്നെയാണ്, റൊട്ടി കഷ്ണം ചോദിച്ചതും മൂസാ നബി തന്നെയാണ്. ഈ സംഭവം ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ തങ്ങള് ഇഖാദുൽ ഹിമമിൽ കൊണ്ടുവരാം. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഏതൊരു കാര്യം, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ചോദിക്കണം. അതിനാദ്യം എന്ത് വേണമെന്നറിയോ? ഈ ചോദിക്കാനൊരു ഗുമ്മു വേണം, അല്ലേ? ചോദിക്കാനൊരു ഉഷാറുവാണല്ലോ. നമ്മളൊക്കെ മനസ്സിൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് അള്ളാഹു താല വിദൂരത്തായി തോന്നുകയാണ്. കിട്ടുന്ന ഒരു ഉറപ്പില്ലാതെ നമ്മൾ എന്ത് ചെയ്യണത്? ഈ സംഭവം ചോദിക്കണത്. കിട്ടുന്ന ഒരു ഉറപ്പില്ലാതെയാണ് ചോദിക്കണത്. പക്ഷെ നമ്മൾ ഹൃദയത്തിൽ അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോ അത് ചോദിക്കാനൊരു ഉഷാറും ഉണ്ടാവും, അത് വേഗം കിട്ടും ചെയ്യും. ഹൃദയത്തിൽ അല്ലല്ല, ഹൃദയത്തിൽ അള്ളാഹ്ക്ക് പകരം ശൈത്താനാണ്. ആ കൽബുകൊണ്ട് ചോദിക്കാൻ തോന്നൂല, ചോദിച്ചാൽ തന്നെ കിട്ടൂല. നമ്മൾ കുറെ ചോദിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താ? കൽബില് അള്ളാഹു ഇരിക്കേണ്ട സ്ഥലത്ത് ശൈത്താനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കൽബുള്ളൊരു മനുഷ്യൻ അള്ളാഹു തആല ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അലം അഹദു ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ, ഇല്ലേ, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നിങ്ങളെ വ്യക്തമായ ശത്രുവാണെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ട് ആ ശത്രുവിനെ കൊണ്ടുപോയി കൽബിൽ അങ്ങോട്ട് ഇരുത്തുകയാണ്. എന്നിട്ട് ആ വ്യക്തി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു തആലക്ക് എന്ത് ചെയ്യില്ല? തരാൻ മനസ്സില്ല. അല്ല, അള്ളാഹു തആല നമ്മളെ കണ്ടനാടിയേക്കാൾ അടുത്താണ്, ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്. അയിനമാക്കും ബഹുമാക്കും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആരാ ചോദിക്കണത്? ശൈത്താന്റെ അധീനതയിൽ കഴിയുന്ന ആളാണ്. അള്ളാഹു തആലാക്ക് തീരെ ഇഷ്ടമല്ലാത്ത, അള്ളാഹു തആല ആട്ടി ഓടിച്ച ശൈത്താൻ ഹൃദയത്തിൽ കൊണ്ടുപോയി ഇരുത്തുന്ന ആളാണ് അള്ളാഹിനോട് കാര്യങ്ങൾ ചോദിക്കണത്. അപ്പൊ അള്ളാഹു തആലാക്ക് തരാൻ മനസ്സില്ല, വേറൊന്നുമല്ല. ഹൃദയത്തിൽ അള്ളണ്ടോ ചോദിച്ചാൽ അള്ളാഹു തആല മുട്ടുസൂചി ആണെങ്കിൽ പോലും എന്ത് ചെയ്യും? അള്ളാഹു തആല തരും. ഇത് നമുക്ക് വലിയൊരു പാഠാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി തങ്ങൾ പറയണത്. ബഹുമാനപ്പെട്ട അലി ദഖാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മിൻ അലാമത്തിൽ മഅരിഫത്തി, മഅരിഫത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് നിന്റെ ആവശ്യങ്ങൾ, ഏത് ആവശ്യങ്ങളും നീ ചോദിക്കാൻ പാടില്ല, ഇല്ലാ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ചോദിക്കാൻ പാടില്ല. അത് ഒരു മഅരിഫത്തിന്റെ അടയാളമായിട്ടാണ് ബഹുമാനപ്പെട്ട അലി ദഖാഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ കിതാബിൽ ആ വിഷയം പറയുന്നുണ്ട്. സയ്യിദുൽ ഖാത്തിർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, യംബഗി, നിർബന്ധമാണ്, ലിൽ ആഖിലി, ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് നിർബന്ധമാണ്, അൻ യുലാസിമ ബാബ മൗലാഹു, അള്ളാഹുവിന്റെ വാതിലിനെ അവൻ എന്ത് ചെയ്യണം? ലാസിമാക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനോട് നിരന്തരമായി ചോദിക്കണം. അലാ കുല്ലി ഹാലിൻ, ഏതൊരവസ്ഥയിലും അള്ളാഹുവിനോടാണ് എന്ത് ചെയ്യേണ്ടത്? അവൻ കാര്യങ്ങൾ ചോദിക്കേണ്ടത്. യംബഗി ലിൽ ആഖിലി, ബുദ്ധിമാനായ ഒരാൾക്ക് നിർബന്ധമാണ്, അൻ യുലാസിമ, അവൻ പതിവാക്കൽ, ബാബ മൗലാഹു, അള്ളാഹുവിന്റെ വാതിലിനെ, അലാ കുല്ലി ഹാലിൻ, എല്ലാ അവസ്ഥയിലും എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ വാതിലിനെയാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? നിത്യമാക്കുന്നത്. ഒന്നാമത് എന്താണെന്നറിയോ? ഓരോ വ്യക്തിക്കും ഓരോ നിയോഗങ്ങളുണ്ട്. അള്ളാഹു തആല ഇപ്പൊ എന്നെ പടച്ച എല്ലാവർക്കും പൊതുവായ ഒരു നിയോഗമുണ്ട്. എന്താണ്? അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. എന്നാൽ ഓരോ ഫർദിനും പ്രത്യേകമായ ചില നിയോഗങ്ങളുണ്ട്. അത് ആ വ്യക്തി കണ്ടുപിടിക്കേണ്ടതാണ്. അത് ആ വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓരോ ആളുകൾക്കും അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ ഓരോ വഴിയുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിലേക്ക് എത്തിപ്പെട്ടത് തവാദുഇലൂടെയാണ്, വിനയത്തിലൂടെയാണ്. ചില ആളുകൾ വിനയത്തിലൂടെ എത്തിപ്പെടും, ചില ആളുകൾ ഇൽമിലൂടെ കയറിപ്പോകും, ചില ആളുകൾ മഹബത്തിലൂടെ കയറിപ്പോകും, ചില ആളുകൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടേക്കാരം. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണിയെ പോലെ, അതുപോലെ തന്നെ
ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളെ പോലെ, ഇമാം ഷാഫി തങ്ങളെ പോലെ, അതുപോലെ തന്നെ മാലിക് ബിൻ ദിനാർ തങ്ങളെ പോലെ അവരൊക്കെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്തിട്ടാണ് അള്ളാഹുവിലേക്ക് അടുത്തത്. ചില ആളുകൾക്ക് ഗുരുവിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും. ചില ആളുകള് പാവങ്ങളെ സഹായിക്കുന്നതിലൂടെ അള്ളാഹു താലയിലേക്ക് എത്താൻ കഴിയും. പല മേഖലകളുണ്ട്. അത് ഓരോ മനുഷ്യനും അള്ളാഹുവിലേക്ക് മുന്നിടുമ്പോൾ അള്ളാഹു താല തന്നെ കാണിച്ചു തരും ഓന്റെ മേഖല ഏതാണ്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് എത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാര് പറയുന്നുണ്ട്, ഓരോ നീരുറവകൾ കണ്ടിട്ടില്ലെങ്കിൽ, ഓരോ പർവ്വതത്തുനിന്ന് പൊട്ടി വരുന്ന നീരുറവ കണ്ടിട്ടില്ലേ? അതെ, ആ സത്യത്തില് നീർച്ചാലേ ആദ്യം ഉണ്ടാവുള്ളൂ, ചെറിയ ഒരു ചാല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ അവിടെ കരുവാരക്കുണ്ട് കേരള സ്റ്റേറ്റ് ഉണ്ടല്ലോ, അവിടെ പോയ സമയത്ത് അത് പൊട്ടി ഒലിക്കുന്നതിന്റെ ഉറവിടം കണ്ടിട്ടുണ്ട്. വല്ലാതെ അങ്ങോട്ടൊന്നും കണ്ടില്ല, ചെറുതായിട്ട്. അപ്പൊ ആദ്യം അത് എന്തേക്കാരം? ഒരു നീരുറവേക്കാരം. അതൊരു മനുഷ്യനാണ്. ആ നീരുറവ് നേരെ ഒരുപാട് നീരുറവകൾ കൂടിയിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് പൊട്ടും, ഇവിടെ നിന്ന് പൊട്ടും. പല നീരുറവകൾ ചേർന്ന് അതൊരു കൈത്തോടിലേക്ക് മാറും. പിന്നെ ആ നീരുറവന്റെ പേര്, ചാലിന്റെ പേര് മാറി തോട് എന്നായി മാറും. അല്ലെ? അതിന്റെ പേര് പിന്നെ എന്തായി മാറി? തോട്. അതാണ് ശരിക്കും മുറബ്ബി എന്ന് പറയുന്നത്. ഒരു ഗുരുവിന്റെ മുമ്പിലെത്തുമ്പോ സ്വന്തം ഇച്ഛകളെ അവൻ ഇല്ലായ്മ ചെയ്യണം. പിന്നെ അവന്റെ ഗുരു മാത്രമേ മുമ്പിൽ കാണാൻ പറ്റുള്ളൂ. ആ കൈത്തോട് പിന്നെ ഒരുപാട് കൈത്തോടുകൾ ചേർന്ന് പിന്നെ അതൊരു പുഴയായി മാറും. അപ്പൊ ഈ തോടിന്റെ പേര് മാറി പുഴയാകും. അതാണ് ഹഖീഖത്ത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുഴ പോയി പിന്നെ എന്തായി മാറും? സമുദ്രമായി മാറും. പിന്നെ അതിന്റെ പേരെന്തായി? സമുദ്രം എന്നുള്ള, ബഹർ എന്നുള്ള പേരായി മാറി. സത്യത്തിൽ ആദ്യം എന്തായിരുന്നത്? അതൊരു നീരുറവയായിരുന്നു, പിന്നെ അതൊരു തോടായി, പിന്നെ അതൊരു പുഴയായി, പിന്നെ ഒരു സമുദ്രമായി മാറി. എന്നതുപോലെ ഓരോ മനുഷ്യനും ഓരോ നിയോഗങ്ങളുണ്ട്. അവൻ അതിലൂടെ തന്നെ സഞ്ചരിക്കണം. മനസ്സിലാവുണ്ടോ? ആദ്യം അവന് ഷെയ്ഖിലേക്ക് ഫന ആയി, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഫന ആയി, അള്ളാഹുവിൽ ഫന ആകുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ മുമ്പിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? അള്ളാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ വ്യക്തിനോടാണ് പറയണത്, നീ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹു അല്ലാത്തവരോട് ഒരു കാര്യവും നീ എന്ത് ചെയ്യാൻ പാടില്ല? ചോദിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാല് പിന്നെ മഹാന്മാരെ തവസ്സുലാക്കി വിളിക്കാൻ പാടില്ല എന്നല്ല. ഇപ്പൊ നമ്മൾ റസൂലുള്ളാഹിനോട് ഒരു കാര്യം പറയണേ, ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ബിദ്അത്തിന്റെ ആളുകൾ സുന്നികളെ വല്ലാതെ പറയുന്നൊരു വിഷയമാണ്. റസൂലുള്ളാഹിനോട് ആവലാതി പറയാനാണ്. സത്യത്തിൽ റസൂലുള്ളയാണോ ഈ ആവലാതിയൊക്കെ നമുക്ക് മാറ്റിത്തരുന്നത്? അല്ല, അള്ളാഹുവാണ്. റസൂലുള്ള അതിന് റെക്കമെൻഡ് മാത്രമാണ്. റഹീലൻ റഹീലൻ യാ ഉസാതു ലി ത്വയ്ബതി ഫഇന്ന ബിഹൽ ഔസാറ തുർമാ അനിൽ ലഹിരി എന്ന് പറഞ്ഞൊരു ബൈത്തുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നഖ്ശബന്ദി റളിയല്ലാഹുവിന്റെ ബൈത്താണത്. റഹീലൻ റഹീലൻ, നീ ഒരു യാത്ര പോയിക്കോ. ലി ത്വയ്ബത്തിൽ മദീന, നീ മദീനയിലേക്ക് മടങ്ങിക്കോ. എന്താ മദീനയിൽ? ഫഇന്ന ബിഹൽ ഔസാറ തുർമാ അനിൽ ലഹിരി. എത്ര പാപം ചെയ്ത ആൾക്കാരാണെങ്കിലും അള്ളാന്റെ റസൂലിന്റെ മഹദ് ഫദ്ല് കൊണ്ട് പാപങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യും. റസൂലുള്ളാഹിയാണ് പാപം പൊറുക്കുന്ന ആള് അല്ല. പക്ഷെ റസൂലുള്ളാഹിനെ വാസിത്തയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പാപങ്ങൾ പൊറുക്കും. നമ്മളൊക്കെ വിശ്വാസം അത് തന്നെയാണ്. അപ്പൊ ആരോട് പറയുകയാണെങ്കിലും, മഹാന്മാരോട് നമ്മൾ തവസ്സുലാക്കുകയാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കുകയാണെങ്കിലും, ഇതിന്റെയൊക്കെ ഉത്ഭവം ആരാണ്? അള്ളാഹു തആലയാണ്. അള്ളാഹു തആലാക്ക് മാത്രമേ ഇതിന് കഴിയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ആരെ ഹൃദയത്തിൽ വേണം? ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വേണം. മനസ്സിലാവണ്ടോ? അതിന് എന്ത് വേണമെന്നറിയോ? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കിട്ട് അള്ളാഹിനെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടുവരണമെങ്കിലേ, ഇപ്പൊ മഹാന്മാരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുമ്പോൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് അള്ളാഹിനെ കിട്ടൂല. ഹൃദയത്തിൽ എന്ത് ചെയ്യില്ല. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഉസ്താദ് നിസ്കാരത്തൊക്കെ നിൽക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ ക്ലിയർ ആണ്, പിന്നെയാണ് കയ്യിൽ നിന്ന് പോകും, പിന്നെ സലാം കൂട്ടുമ്പോഴാണ് ഓർമ്മ. അല്ലേ? അങ്ങനെ തന്നെ ഒരു പറച്ചിലുണ്ടല്ലോ. അങ്ങനെ അതിന് എന്ത് വേണമെന്നറിയോ? സൃഷ്ടികളുമായുള്ള സമ്പർക്കം ഉണ്ടല്ലോ, അത് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഒറ്റയടിക്ക് കുറക്കാന്നല്ല, അത് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരിക വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാമത്തുൽ ഇൻസാനി, ഒരു മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത് മിൻ ഖിബലിൽ ലിസാൻ, അത് നാവിന്റെ ഭാഗത്തിലൂടെ. നാവാണ്ട് ഒതുക്കിയ മനുഷ്യന്മാര് രക്ഷപ്പെടും. ഇത് ആരാ പറയണത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് ഒതുക്കി കഴിഞ്ഞാല് മനുഷ്യൻ രക്ഷപ്പെട്ടു. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവിടെ തന്നെ ഒരു ഹദീസ് കാണാം, അവിടെ പറഞ്ഞിട്ട് നിർത്താണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ ജനങ്ങൾ അറിയപ്പെടുന്ന ആളാവണം, ജനങ്ങൾ എന്നെ ബഹുമാനിക്കണം,
ഇതൊന്നും ഒരു മനുഷ്യന് ആഖിറം രക്ഷപ്പെടുത്തൂല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ ബഹുമാനിക്കാൻ തോന്നുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ കുറിച്ച് പറയാൻ ആൾക്കാരുണ്ടാവും. അതൊന്നും ഒരു മനുഷ്യന് ഖൈറായ കാര്യമല്ല. അള്ളാന്റെ റസൂല് പറയാണ് അശ്ഹുറത്തു, പ്രസിദ്ധി എന്ന് പറയുന്നത് ആഫത്ത്, അത് വലിയൊരു ആഫത്താണ്. അപ്പൊ കൊല്ലുഞ്ഞത്തമന്നാഹ, എല്ലാരും അതിനു വേണ്ടി കൊതിക്കുന്ന ആൾക്കാരാണ്. ജനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ഇതിന് പല വിശദീകരണങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്. ജനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രസിദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്നാ പ്രസിദ്ധിയാണെങ്കിലോ അത് ആഫത്തുമാണ്. അള്ളാന്റെ റസൂല് പറയണം. ശേഷം പറയുന്നു വൽ ഖുമൂലു റാഹത്ത്, ഏകാന്തത എന്ന് പറയുന്നത്, അത് ഖൽവത്ത് എന്ന് പറയുന്നത് അത് റാഹത്താണ്. പക്ഷെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണത്? അതിനെ തൊട്ട് കാവല് തേടുകയാണ്. അതിനെ തൊട്ട് അള്ളഹാനോട് രക്ഷ തേടുകയാണ്. എന്നെ ഒറ്റപ്പെടുത്തരുതേ പടച്ചോനെ. മഹാന്മാരൊക്കെ പിന്നെ ഈ പബ്ലിക്കായ വിഷയമാവുന്നതുകൊണ്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് പറയണില്ല. അവര് പിന്നെ ജനങ്ങള് എരുത്തേക്ക് വരുന്നതിന് പേടിച്ചിട്ട്, ജനങ്ങൾ എരുത്തേക്ക് വരുന്നത് പേടിച്ചിട്ട് ഞാനൊരു മോശപ്പെട്ട ആളായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ പോലും എന്ത് ചെയ്തിരുന്നു? കാട്ടിക്കൂട്ടി. അപ്പൊ നമ്മളപ്പോ ഏതൊരാളും പ്രതീക്ഷിച്ച് ചെല്ലുമ്പോ ഒരു പച്ച കെട്ടും അത് കറുത്ത കുപ്പായോ അല്ലെ അങ്ങനെയൊക്കെ നമ്മള് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ചെന്ന് നോക്കുമ്പോ ഓല് ചിലപ്പോൾ എന്തേക്കാരം ശരീഅത്തിനെതിരായ പല കാര്യങ്ങളും ഓല് കാട്ടിക്കൂട്ടും. മനസ്സിലാവണം. എന്തിനാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നമ്മളങ്ങോട്ട് ചെല്ലായിക്കാണ്, ഓലെ പണി മുടക്കാതിരിക്കാണ്. ഓർക്ക് ഒരുപാട് പണികളുണ്ട്. ഓലെ ചിന്ത മുഴുവൻ എവിടെ മാത്രമാണ്? അള്ളാഹുവിൽ മാത്രമാണ്. ആ ചിന്ത നമ്മൾ ചെന്നാൽ നമ്മൾ ദുന്യാവിന്റെ കാര്യക്കാർ ആദ്യം പറയാം. ആദ്യം കുട്ടികളെ കെട്ടിച്ചേണ്ട കാര്യവും പെര മേലക്കെടുക്കേണ്ട കാര്യവും അല്ലെങ്കിൽ പിന്നെ പള്ളിക്കുത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറയാം. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ഓലക്ക് അടിയിൽ നിന്ന് മേലക്കണ് കയറും. കാരണം ഓല അല്ലെങ്കിൽ തന്നെ ജലാലിയത്തിന്റെ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ ദുന്യാവിന്റെ കാര്യം കേൾക്കുമ്പോ തന്നെ ഓലക്ക് തീറാണ്. അപ്പൊ നമ്മളെ ഓലത്തേക്ക് എല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓല് പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ അള്ളാന്റെ റസൂല് പറയാണ്, ജനങ്ങളൊക്കെ പ്രസിദ്ധിയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ പ്രസിദ്ധി ഒരു മനുഷ്യന് ആഫത്താണ്. എന്നാലോ ഏറ്റവും നല്ല റാഹത്ത് ഏതാണ്? ഏകാന്തതയാണ്. പക്ഷെ ജനങ്ങളൊക്കെ അതിന് രക്ഷപ്പെടാനാണ് എന്ത് ചെയ്യണത്? ആഗ്രഹിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ ഞാനിപ്പോ ഈ വിഷയം പറയാൻ കാരണം, ഞാനിപ്പോ 4-5 കിതാബുകൾ നോക്കിയിട്ടാണ് പല വിഷയങ്ങളും എടുത്തത്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? അള്ളാഹു മാത്രം മുമ്പിലാകുന്ന ഒരവസ്ഥ ഒരാൾക്ക് വരണമെങ്കിൽ സൃഷ്ടികളിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹു എനിക്ക് ചോദിച്ചാൽ തരുമെന്ന് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന ഒരവസ്ഥ വേണമെങ്കിൽ സൃഷ്ടികളിൽ നിന്നും മാറി നിൽക്കണം. അപ്പൊ സൃഷ്ടാവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കയറിക്കൂടും. അപ്പൊ നമുക്ക് എന്തും അള്ളാഹിനോട് സംസാരിക്കാം, എന്തും അള്ളാഹിനോട് ചോദിക്കാം. ഏതൊരു നമ്മൾ അള്ളാഹുവിനെ കാണുന്ന ഒരവസ്ഥ വരും. ആ ഒരവസ്ഥക്ക് വേണ്ടിയിട്ടാ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.